നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ SCRTയും പഴയ SCRTയും ചേർത്തിട്ട് നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പഠനം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, പുതിയൊരു രീതി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ. കേരള ഹിസ്റ്ററിയിൽ ഇതിപ്പോൾ 4ാമത്തെ ക്ലാസ് ആണ്, ഓൾഡും ന്യൂ ആയിട്ട്. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ 4 ലെസൺ ആണ് നമുക്ക് പഴയ SCRTയിലും പുതിയ SCRTയിലും കൂടിയിട്ട് വരുന്നത്. ഒരുപാട് കൂട്ടുകാർ താഴെ കമന്റിൽ വന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ചരിത്രത്തിന്റെ ആധാരശിലകൾ. ഈ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്നുള്ളത് പുതിയ SCRTയില് 7ാം ക്ലാസ്സിലെ പാർട്ട് 1 കിടക്കുന്നതാണ്. പാർട്ട് 1. ഈ ചരിത്രത്തിന്റെ ആധാരശിലകള് ന്യൂ SCRT തന്നെ 7ാം ക്ലാസ്സിലെ പാർട്ട് 2 ലെസൺ ആണ്. ഇനി നവകേരള സൃഷ്ടിക്കായും കേരളം ആധുനികതയിലേക്കും ഓൾഡ് SCRT ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് കൂട്ടുകാർ ചോദിച്ചു, അതിൽ 1-2 പോയിന്റ് പറഞ്ഞിട്ടില്ലല്ലോ. വരും, നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റഡ് പറഞ്ഞിട്ട് കാണിക്കും. എന്നിട്ട് കേരള സബ്ജക്റ്റ് വൈസ് കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് തന്നെ അവിടെ കിടക്കും. ഇനി നമ്മൾ അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കിടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതേപോലെ പറയും, സബ്ജക്റ്റ് വൈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതിന്റെ ഇതേപോലെ അതിൽ പുതിയതിലും പഴയതിലും ഒക്കെ ഏതൊക്കെ സബ്ജക്റ്റ് വരുന്നത്, ആ സബ്ജക്റ്റിന്റെ ലിസ്റ്റ് ഞാൻ ആദ്യം കാണിക്കും. അത് ഏത് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതേപോലെ ഇപ്പൊ നമുക്ക് കേരള ഹിസ്റ്ററി എന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം, യൂറോപ്യന്മാരുടെ ആഗമനം തുടങ്ങിയിട്ട് നമ്മുടെ ഐക്യ കേരള പ്രസ്ഥാനം അങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ, അതുവരെ നമ്മൾ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതില് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, SCRTയിലുള്ള കേരള ഹിസ്റ്ററിയിൽ നിന്നും വരുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഇതിൽ കിടക്കേണ്ടത്, ടോപ്പിക്കിലേക്ക് അങ്ങോട്ട് കിടക്കേണ്ടത്. അപ്പോൾ SCRT അവിടെ പക്കയാക്കിയിരിക്കണം. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ പ്രിലിംസ് ആണ്, മാത്സ് കൊണ്ടുപോകണം, ഒപ്പം കറണ്ട് അഫെയർ കൊണ്ടുപോകണം. ഇനി മെയിൻസിന് എത്തുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരും, മലയാളം വരും, ഇംഗ്ലീഷ് വരും ഇല്ലേ. നല്ല ജഗജില്യായിരിക്കും നമ്മുടെയൊക്കെ ഒരു അവസ്ഥ. സുപ്രധാന നിയമങ്ങൾ പഠിക്കുമ്പോഴായിരിക്കും നമ്മളവിടെ അയ്യോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബാക്കി അവിടെ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് വരണ്ടേ, പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മൾ അവിടെ SCRT അങ്ങോട്ട് ആദ്യം കംപ്ലീറ്റ് ആക്കുക. അതുപോലെ ഡെയിലി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് SCRT എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം. അത് കേരള ഹിസ്റ്ററി നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ കേരള ഹിസ്റ്ററി SCRT രണ്ടും നോക്കിയിട്ടുണ്ട്, ഓൾഡും ന്യൂ നോക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി അതേപോലെ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. സോറി. അപ്പോൾ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോഴും നമ്മൾ അവിടെ SCRT ഓക്കെ ആണ്, കറണ്ട് അഫെയർ ഓക്കെ ആണ്, അതേപോലെ തന്നെ പ്രിലിംസിന്റെ കാര്യമാണ് പറയുന്നത്, മാത്സും ഓക്കെ ആണ്. ഇത്രയും 3 ഭാഗങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതെങ്കിലും ആണെന്ന് നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കുകൾ എടുത്ത് നോക്കാം. നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ ഈ എന്താ പറയുക സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ തലയിൽ കിടന്നിട്ട് ഇങ്ങനെ ഇതാകുന്ന സമയത്ത് ശരി ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കാൻ നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപോലെ പോണ ആൾക്കാരാണ്. SCRT ഒക്കെ ബുക്ക് വായിച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കി നോട്ട് എഴുതി വരുമ്പോഴേക്കും നമുക്ക് ഒരു ലെസൺ കൊണ്ട് ഇരുന്നാൽ തന്നെ, ഇപ്പൊ രാവിലെ ഒരു 10 മണിക്ക് ഇരുന്നാൽ നമുക്കൊരു 12 മണി വരെ ഈ ഒരു ലെസൺ വായിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനേ നേരമുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ആ ക്വസ്റ്റ്യൻസ് വായിച്ച് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഇങ്ങോട്ട് തരാം, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, SCRTയിൽ നിന്ന് അയ്യോ ഇനി ആ ലെസൺ വായിച്ചില്ല ഈ ലെസൺ വായിച്ചില്ല ഒന്നും പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് പരമാവധി ഇനിയിപ്പോ നമ്മളിപ്പോ ഇത് ഞാൻ ക്ലാസ്സിൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പൊ ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, കാരണം കുറച്ചും കൂടി ഒരു പരമാവധി ഒരു അരമണിക്കൂറെങ്കിലും ഒരു ക്ലാസ് നമുക്ക് കൊണ്ടുപോകാൻ, ഞാൻ എങ്ങനെയുണ്ട് നിങ്ങൾ എൻ്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഷോർട്ട് ആക്കിയിട്ടുള്ള വീഡിയോസ് ഇട്ടത്. അപ്പൊ ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഹിസ്റ്ററി ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോകണം. അപ്പൊ നമുക്ക് ഇത്തിരി ലെങ്ത് വീഡിയോ ഇടുന്ന സമയത്ത് ഇതേപോലെ പോയിന്റുകൾ ഞാൻ അതിന് ഉള്ളിൽ നിന്ന് എടുത്തു തരുമ്പോൾ നിങ്ങൾക്ക് പഠനം എളുപ്പമാകും. അപ്പൊ കുറച്ച് ലെങ്ത് ആയിട്ടായിരിക്കും വീഡിയോ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് വേഗം അത് തീർത്ത് പോകാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മള് ഇപ്പൊ 4ാമത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞില്ലേ, ഇതിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്കുള്ളതില് എല്ലാ പോയിന്റും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 1ാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ വീഡിയോയിൽ ചരിത്രത്തിന്റെ ആധാരശിലകള് എന്നതിലുള്ള 2ാമത്തെ വീഡിയോ കേട്ടോ. 2ാമത്തെ വീഡിയോ ചരിത്രത്തിന്റെ ആധാരശിലകളിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അതില് ഞാൻ ഈ ചരിത്രത്തിന്റെ ആധാരശിലകളിൽ ഒരു 3-4 പോയിന്റ് പറയാൻ വിട്ടതല്ല, കാരണം എനിക്ക് ഇതിൽ ഈ പേജിലേക്ക് ആഡ് ചെയ്യാൻ ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷെ ഞാൻ ആ പേജ് എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വിട്ടുപോയി. പക്ഷെ
ഈ നവകേരള നമ്മൾ ഇപ്പോൾ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കുമല്ലോ, ഇനി 4-5 പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കുമല്ലോ, അതിൽ ആ പോയിന്റുകളും ഉൾപ്പെട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് പേടിക്കേണ്ട. ഇനി കേരള ഹിസ്റ്ററിയിൽ നിന്നും എനിക്ക് SCERT-യിൽ ഇത്ര വീഡിയോ നമ്മുടെ കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിൽ അവിടെ കിടക്കുന്നുണ്ട്. ഒക്കെ പോയിട്ട് ഒന്ന് റിവിഷൻ ചെയ്യട്ടെ. ഒറ്റ ഓട്ടം കഴിഞ്ഞു, കേരള ഹിസ്റ്ററി അവിടെ കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ എപ്പോഴും റിവിഷൻ ചെയ്യട്ടെ. അപ്പോൾ ചിലവർ ചിന്തിക്കും പുതിയത് ലാഗ് ചെയ്യിപ്പിച്ചു, 5 മിനിറ്റായി, സമയമായി, ശരി, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ചരിത്രത്തിന്റെ ആധാരശികൾ, ആ പുതിയ SCERT മാത്രം നോക്കിയാൽ മതി. നവകേരള സൃഷ്ടിക്ക് കേരള, അതൊക്കെ പഴയ SCERT, അതൊക്കെ ഞാൻ കുറെ പറഞ്ഞു. അത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ തെറ്റാണ്. നമ്മൾ ഒപ്പം അത് വായിച്ചു കൊണ്ടുപോയേ പറ്റും. വീണ്ടും നമുക്കറിയാമെങ്കിലും വീണ്ടും അത് റിപ്പീറ്റേഷൻ ചെയ്യുക. അത് എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ ഇതേപോലെ തരുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കുറെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചും വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ടും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അതേപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ട് നമ്മുടെ SCERT-ൽ കിടക്കുന്ന ഇത്രയും പോയിന്റുകളൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം അൽ ഇസ്ലാം എന്ന മാസികകൾ, ഓക്കെ, ഇന്ന് ഞാൻ റൈറ്റിൽ അടയാളപ്പെടുത്താം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മുസ്ലിം അൽ ഇസ്ലാം എന്ന മാസികകള് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം. തിരുവിതാംകൂർ ഗവൺമെന്റ് ഈ സ്വദേശാഭിമാനി പത്രത്തെ കണ്ടുകെട്ടിയ വർഷം 1910-ലാണ്. ഈ സ്വദേശാഭിമാനി പത്രം രാമകൃഷ്ണപിള്ളയിലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് 1910 തന്നെയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം ഐക്യസംഘം ഇദ്ദേഹം കൊടുങ്ങല്ലൂർ സ്ഥാപിച്ചു. മുസ്ലിം ഐക്യസംഘം, ഈ മുസ്ലിം അൽ ഇസ്ലാം ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ആരാണ്, അതായത് ആ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആരാ വരും? വക്കം അബ്ദുൽ ഖാദർ മൗലവി വരും കേട്ടോ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം അൽ ഇസ്ലാം എന്ന മാസികകള്, സ്വദേശാഭിമാനി പത്രം, തിരുവിതാംകൂർ ഗവൺമെന്റ് സ്വദേശാഭിമാനി പത്രത്തെ കണ്ടുകെട്ടിയ വർഷം 1910, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് 1910, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം ഐക്യസംഘം അദ്ദേഹം എവിടെയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂരാണ്. അപ്പൊ മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എവിടെ? കൊടുങ്ങല്ലൂര്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. സമ്പന്നർ എന്ത് ചെയ്യുക? പാവങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവൊക്കെ ഒന്ന് വഹിച്ചു കൊണ്ടുപോകുക. അപ്പൊ എന്ത് ചെയ്യും? ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ അവർക്കൊരു സഹായമായി ഇല്ലേ? അതൊക്കെ ചെയ്യണമെന്നാണ് ആര് പറയുന്നത്? മൗലവി പറയുന്നത്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. ഇതും ആര് പറഞ്ഞതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മതത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസം മാത്രം പോരാ, ഭൗതിക വിദ്യാഭ്യാസം കൂടിയിട്ട് നേടിയാലേ മനുഷ്യൻ പുരോഗതി കൈവരിക്കൂ എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും പറയും ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഞങ്ങളൊക്കെ പിന്നോക്കാവസ്ഥയിലാണ്. അപ്പൊ അതൊക്കെ തരണം ചെയ്യാൻ എന്തേ പറ്റുള്ളൂ? വിദ്യാഭ്യാസം കൊണ്ടേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട്, ഡിഗ്രി ഉള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കപ്പെടുന്ന കഷ്ടം എന്താന്നുള്ളത് നമുക്കേ അറിയുള്ളൂ അല്ലെ. പല എക്സാമുകൾ നമുക്ക് എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെ. അതൊക്കെ നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം ഏതാണ്? വിദ്യാഭ്യാസമാണ്. എൻ്റെ പത്രാധിപനെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന്? അദ്ദേഹം ഈ സ്വദേശാഭിമാനി പത്രം അല്ലെ, നമുക്കറിയാം രാമകൃഷ്ണപിള്ള അല്ലെ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയല്ലോ 1910. അതിൽ മനനൊന്നിട്ടാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത് എൻ്റെ പത്രാധിപനെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ട്. ഇനി കുമാരഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ അല്ലെ, കുമാരഗുരുദേവന്റെ മറ്റൊരു പേരാണ് പൊയ്കയിൽ യോഹന്നാൻ. ശരിക്കും പൊയ്കയിൽ യോഹന്നാൻ കുമാരഗുരുദേവൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അദ്ദേഹം ജനിച്ചത് ഇരവിപേരൂരാണ്, തിരുവല്ലയിലെ ഇരവിപേരൂർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കാണുന്നില്ലൊരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കവിതകളുടെ രൂപത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങള് കവിതകളുടെ രൂപത്തിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ അവിടെ കുമാരഗുരുദേവനാണ് കേട്ടോ. കവിതകളുടെ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചത് കേട്ടോ. കവിതകളുടെ രൂപത്തിൽ SCERT-ൽ കിടക്കുന്നുണ്ട്.
കവിതകളുടെ രൂപത്തിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. ആരാണ്, ഏത് നവോത്ഥാന നായകനാണ് കവിതകളുടെ രൂപത്തിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കുമാരഗുരുദേവനാണ്, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്ക് ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഉഴുതിരുന്നു. കണ്ടോ, കവിതാ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. 2 3 നോക്കൂ, ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? കുമാര ഗുരുദേവൻ. 3 നോക്കൂ, കാണുന്നില്ല ഒരു അക്ഷരവും, എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. കവിതാ രൂപത്തിൽ അദ്ദേഹം പറയാണ്, മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഉഴുതിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇതൊക്കെ ആരുടെ വാക്കുകളാണ്? പൊയ്കയിൽ യോഹന്നാന്റെ വാക്കുകളാണ്. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി മാരംകുളം മുതൽ കുളത്തൂർ കുന്നിലേക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ 1-ാം ലോക മഹായുദ്ധകാലത്തെ യുദ്ധവിരുദ്ധ ജാഥ നയിച്ചതും കുമാരഗുരുദേവനാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം? സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് അദ്ദേഹം മാരംകുളം മുതൽ കുളത്തൂർ കുന്നിലേക്ക്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എവിടെ നിന്ന് എവിടേക്ക് ചോദിച്ചിട്ടുണ്ട്, മാരംകുളം മുതൽ കുളത്തൂർ കുന്നിലേക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ഏത് യുദ്ധകാലത്തെ? 1-ാം ലോക മഹായുദ്ധ കാലത്ത്. എപ്പോഴാണ് 1-ാം ലോക മഹായുദ്ധം നടന്നത്? 1914 to 1918 കാലത്ത് അല്ലെ. 2-ാം ലോക മഹായുദ്ധം 1939 to 1945. അപ്പൊ 1914-18 കാലത്താണ് മാരംകുളം മുതൽ കുളത്തൂർ കുന്നിലേക്ക് സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത്. ഇനി വാഗ്ഭടാനത്തിനെ കുറിച്ചിട്ട് SCRT പോയിട്ട് നോക്കാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്, ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു, അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം അല്ലെ. ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ പേരിലൊക്കെ ഒരുപാട് ചടങ്ങുകൾ നടത്താറുണ്ട് അല്ലെ. അങ്ങനെ അന്ധവിശ്വാസങ്ങളും അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, മലബാറിൽ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു. മലബാർ എന്ന് കണ്ടാൽ തന്നെ അവിടെ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓക്കെ. ആത്മവിദ്യാസംഘം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു, അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം നടത്തി. മലബാറിൽ മറക്കരുത്, മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തോൽവിറക് സമരം നടന്നത് എപ്പോഴാണ്? എവിടെയാണ്? കാസർഗോഡിലാണ് അല്ലെ. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് കേട്ടോ. പ്രീവിയസ് ആണ്. കാസർഗോഡ് ജില്ലയിലെ എവിടെയാണ് തോൽവിറക് സമരം നടന്നത് ചോദിച്ചിട്ടുണ്ട്. ചീമേനിയിലാണ്. ആരാണ് തോൽവിറക് സമരത്തിൻ്റെത്? കാർത്യായനി അമ്മ അല്ലെ. കാർത്യായനി അമ്മ തോൽവിറക് സമര നായിക കാർത്യായനി അമ്മ. തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനി. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ചീമേനി. മേച്ചിൽപ്പുല്ല് സമരം നടന്നത് എവിടെയാണ്? കണ്ണൂരില് കണ്ടകൈ ഗ്രാമത്തിലാണ്. ഈ മേച്ചിൽപ്പുല്ല് സമരത്തിന്റെ സമരനായിക കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ് കേട്ടോ. കണ്ടകൈ കുഞ്ഞാക്കമ്മ. മേച്ചിൽപ്പുല്ല് സമരം കണ്ണൂരില് കണ്ടകൈ ഗ്രാമത്തില് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് കണ്ടകൈ കുഞ്ഞാക്കമ്മ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിന്റെയാണ്. ഒരിക്കൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചു, VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. നാടകത്തിലാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഓക്കെ. VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു ചോദിച്ചിട്ടുണ്ട്. അത് നാടകം എന്നാണ് കേട്ടോ. ഋതുമതി ഈ നാടകം ആരുടേതാണ്? പ്രേംജിയുടേതാണ്. അപ്പൊ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടിന്റെ നാടകം. ഋതുമതി എന്ന നാടകം പ്രേംജിയുടേതാണ്. പ്രേംജി. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ആര്യപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നമ്പൂതിരി സ്ത്രീകളെ. ആര്യപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. ഇനി കേരളത്തിൽ പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങൾ നമ്മൾ ഈ അടുത്ത നടന്ന എക്സാമിന് ചോദിച്ചില്ലേ, കേരളത്തിൽ പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘത്തിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ഇതൊക്കെ എവിടെയാണ്? കേരളത്തിൽ പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങളാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയായിരുന്നു? തിരുവിതാംകൂറിലായിരുന്നു അല്ലെ. തിരുവിതാംകൂറിലും. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലായിരുന്നു. മലബാർ. ഓക്കെ. ഇത് ചർച്ച് മിഷൻ സൊസൈറ്റി തിരുക്കൊച്ചി കേട്ടോ. തിരുക്കൊച്ചി.
ഓക്കെ. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ 3ഉമായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറീസ് സംഘങ്ങൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ പറയണം കൂട്ടുകാർ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. റൈറ്റ് കാണുന്ന ബെൽ ബട്ടൺ കൂട്ടി ഒന്ന് ഇനേബിൾ ചെയ്ത് പോണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഓരോ കമൻറ്റും എന്ന് പറയുന്നത് വിലപ്പെട്ട കമൻറ്റുകളാണ്. അത് വായിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഓരോ ക്ലാസ്സുകളും എന്ത് ചെയ്യുന്നത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ താഴെ ഓരോ കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്യാറുണ്ട് ക്ലാസ്സുകൾ. അതൊക്കെ നമുക്ക് എന്താണ് ഒരു സ്പിരിറ്റാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ നോട്ടുകൾ ഒന്നും കൂടി അങ്ങോട്ടിട്ട് ഗംഭീരമാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ലൈക്ക് ചെയ്യുക, പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ 5ാമത്തെ വീഡിയോ നമുക്ക് കുറച്ചൊന്ന് ലെങ്തി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. പരമാവധി നമുക്ക് അതിൽ തന്നെ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അടുത്ത വീഡിയോ തന്നെ കംപ്ലീറ്റ് ആക്കുന്ന പോലെ നമുക്ക് നോക്കാം, പരമാവധി നോക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.